ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 87 റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ പറയാനേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പട്ട ഗേൾസ് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും അങ്ങനെ പിരിഞ്ഞു പോവോ അത് ഇന്ന് തന്നെ പാച്ചപ്പ് ആവോ എന്നറിയില്ല. പക്ഷേ ഇന്നലത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ പാച്ചപ്പാകാൻ അത്ര കണ്ടു സാധ്യത തോന്നുന്നില്ല. കാരണം നൂറയും അതിലൊന്നും ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് കണ്ടിട്ടില്ല. അവർ ഇമോഷണൽ ആയിട്ടുണ്ട്. അന്നെന്തോ അക്ബറിൻ്റെ ഉമ്മ വിളിച്ച് പറഞ്ഞ് എന്നുള്ള രീതിയിലും പിന്നെ എന്താണ് അതിലെന്നെ ആരും വരാനില്ലല്ലോ, ദിയ സനയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോഴാണ് ഇമോഷണൽ ആയിട്ടുള്ളൂ. വേറെ അതിനുള്ളിൽ നടന്ന വേറൊരു കാര്യത്തിനും ഇത്രയും ഇമോഷണലായിട്ട് കരയണത് കണ്ടിട്ടില്ല. ഇന്നലെയാണ് അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പാച്ചപ്പ് ആവുമോ, പാച്ചപ്പ് ആയാലും അത്രയും ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ഇവരുടെ ആരുടെ ഭാഗത്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഓൾ ഹൗസ് മേറ്റ്സിൻ്റെ ഭാഗത്താണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അനുമോളുടെ ദുർവാശിയാണ് ഇവിടെ കാണുന്നത്. ഹൗസ് മേറ്റ്സ് എല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് കറി താ, ചോറ് അപ്പം എടുക്കുമ്പോഴല്ല, അപ്പം ഞങ്ങൾക്ക് അറിയാലോ കറി ഇത്രയേ ഉള്ളൂ എന്ന്, അതിനനുസരിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം എന്നാണ് ഹൗസ് മേറ്റ്സ് പറയുന്നത്. അപ്പോഴും അനുമോള് പറയുന്നത് എന്താ, ഇനി ചോറ് മാത്രം ആര് കഴിക്കാനാണ്, ഞാൻ കുറച്ച് കറി വെച്ചേക്കണത് ചോറ് കഴിക്കണവർക്കാണ് എന്ന് പറയുമ്പോൾ ഹൗസ് മേറ്റ്സ് വീണ്ടും വീണ്ടും പറയുന്നത് കഴിക്കണവർ ഞങ്ങൾക്കറിയാലോ ഇനി കറിയില്ല ഇതേ ഉള്ളൂ എന്ന്, അപ്പം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുമ്പോഴും അനുമോള് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോറ് എടുക്കണവർക്കാണ് ചോറ്. ഇത് ആർക്കാണ് അനുമോള് മാറ്റി വെക്കുന്നത്? ഈ പറയണവർക്ക് തന്നെയല്ലേ മാറ്റി വെക്കുന്നത്. അനുമോൾക്ക് ഈ വാശി വിട്ട് അങ്ങോട്ട് കൊടുത്താൽ പോരെ, അവർ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട്. അനുമോൾ എന്താ കൊടുക്കാത്തത്? അതിന് ചുക്കാൻ പിടിക്കാൻ അനീഷ് എന്തിനാണ് അനുമോളിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേ? ഇനിയിപ്പോൾ അനുമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് അനീഷ് ഇങ്ങനെ ഒപ്പം എല്ലാത്തിനും. കാരണം അനീഷും മുന്നിൽ നിൽക്കുകയാണ് പ്രശ്നം ഉണ്ടായത്. ചോറ് എത്ര എടുത്തു അതിനനുസരിച്ചിട്ടേ കറി തരുള്ളൂ. അതും കറിയില്ല, ഒഴിച്ചു കറിയില്ല, തോരനാണ് ഉള്ളത്. ആ തോരനാണ് അവർ ചോദിക്കുന്നത് കുറച്ച് കൂടുതൽ തന്നെ. കാരണം ഒഴിച്ചു കറി ഇല്ലാത്ത കാരണം ഈ തോരൻ തന്നെ കുറച്ച് വേണം കഴിക്കാൻ, അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ കൊടുക്കാൻ അനുമോൾ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. പിന്നെ അനുമോളുടെ വായിൽ നിന്ന് വരുന്ന കുറേ ഡയലോഗ്സ് ഉള്ളിൽ എന്താ പറയുക, കൂട്ടിവെച്ച കാര്യങ്ങൾ ചില ഇമോഷണൽ ആണ സമയത്ത് പുറത്തേക്ക് ചാടി വരും പറയില്ലേ, അതുപോലെയാണ് ഓരോ വാക്കുകളും പുറത്തേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇന്നലത്തെ ലൈവിൽ ഇപ്പോൾ എപ്പിസോഡിൽ കാണിച്ചത് പോലെ അല്ലല്ലോ, ലൈവിൽ കുറേയും കൂടെ ലെങ്തി ആയിട്ട് കാണിക്കില്ല. അപ്പോൾ ലൈവിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഉള്ളിലിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു ഇമോഷണൽ ഇതാണ് സമയത്ത് അങ്ങോട്ട് എടുത്തിട്ട് പെരുമാറുക എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുക, അതൊക്കെ നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ്, ഇന്നും കാഷിൻ്റെ സോങ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നിവിൻ, ആദില, നൂറ, അനുമോൾ, സബ്മാൻ എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. അപ്പം നിവിൻ പറയാണ് എന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ, ഞാൻ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇപ്പം നീ ഒറ്റപ്പെടൽ എടുക്കണ്ട, അത് തൽക്കാലം ഇപ്രാവശ്യം അക്ബർ എടുത്തോട്ടെ, നിനക്ക് നെക്സ്റ്റ് ടൈം നോക്കാം, ഞാൻ നിന്നെ അങ്ങനെ ഒറ്റപ്പെടലിന് വിടൂല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ്. അതിനുശേഷം പിന്നെ നിവിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്മാൻ അപ്പുറത്തും ഇപ്പുറത്തും പോയി രണ്ട് ഗ്രൂപ്പിലും ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽ നിന്ന് അപ്പുറത്ത് പോയിട്ട് ഈ ഗ്രൂപ്പിൻ്റെ കുറ്റവും ആ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പുറത്ത് വന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ കുറ്റവും പറയാറുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട് ലൈവിൽ. അപ്പോൾ അതൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എക്സ്പോസ് ചെയ്യുക, സബ്മാനെ എക്സ്പോസ് ചെയ്യുക എന്ന് തന്നെ പറയണം. അതാണ് ചെയ്തത്. എനിക്ക് നോമിനേഷനിൽ വന്നാൽ കുറച്ച് കാര്യം പറയാനുണ്ട്. ഇവിടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക് അവരിനെ പൊളിച്ചെടുക്കണം എന്നൊക്കെ പറയും ഞാൻ. അങ്ങനെയല്ലടാ സാബു നീ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സബ്മാൻ ഞാൻ പൊളിച്ചെടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, സോ ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സബ്മാൻ പറയുന്നുണ്ട്. കുറേ അതിനെ ഇതാക്കാനൊക്കെ നോക്കുന്നുണ്ട് സബ്മാൻ, അങ്ങനെയല്ല എന്ന്. പക്ഷെ സബ്മാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ പറയുന്നത് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട്. ഇവരുടെ കൂടെ ഇപ്പം നിവിൻ, അക്ബർ, ആര്യൻ അവരുടെ കൂടെ വന്നിരുന്നിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഷാനവാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ ഇവരുടെ കൂടെ വന്നിട്ട് അവരുടെ കുറ്റവും അവരുടെ കൂടെ പോയിരുന്നിട്ട് ഇവരുടെ കുറ്റവും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അപ്പം അനുമോള് പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, ഇവൻ അവിടെയും ഇവിടെയും ഒരുപോലെ പോയിരിക്കണ കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്മാൻ നടക്കുന്ന സമയത്ത് നിവിൻ വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്താ എന്നെ പിടിക്കാൻ തോന്നുന്നുണ്ടാവുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സബ്മാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൈ തട്ടി മാറ്റിയിട്ട് നിനക്ക് ഞാൻ പുറത്താണെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരുന്നു, എനിക്ക് നിന്നെ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഈ
ഫൈറ്റിന്റെ ഈ പഞ്ചിങ് ബാഗിൽ ഇടിക്കൂലേ, ആ സംഭവമൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അടുത്തായിട്ട് കാണിച്ചാണ് KP നമ്പൂതിരീസിന്റെ സ്പോൺസേർഡ് ആയിട്ടുള്ള ആരുടെ സ്മൈലാണ് ഏറ്റവും നല്ലത്, അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം. അത് സാബ്മാനാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും പറയുന്നത് സാബ്മാൻ എന്ന് പറയുന്നത് ന്യൂറയുടെ പേരാണ്. ന്യൂറയുടെ പേര് പറഞ്ഞിട്ട് പറയുന്നത് ന്യൂറാന്റെ സ്മൈൽ ഭയങ്കര ഇതാണ്, ആരും ആ സ്മൈൽ കണ്ടാൽ വീണു പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ ആദിലെ ഇരുന്നിട്ട് പറയുന്നത് ഞാൻ തൽക്കാലം വീണ്, ഇനിയിപ്പോൾ നീ വീഴാൻ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് വാ വന്നിട്ട് വിളിക്കുന്നുണ്ട്. അതിലാണ് കിച്ചണിലെ ഫൈറ്റ് കാണിക്കുന്നത്. ഫൈറ്റ് കാണിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആകെ ഒഴിച്ചു കറിയൊന്നുമില്ല, ആകെ തോരനും മുട്ട പൊരിച്ചതുമാണ്. അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും മുട്ട പൊരിച്ച് വെക്കാൻ പറഞ്ഞപ്പോൾ അതിപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. മുട്ട പൊരിച്ച് വെക്കാൻ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല മുട്ട പൊരിക്കണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചൂടോടെ വേണം കഴിക്കാൻ, അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ അടുക്കി മുട്ട പൊരിച്ച് വെച്ചാൽ പിന്നെ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല തണുത്ത് കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോളില്ല, ഞാൻ എല്ലാവർക്കും പൊരിച്ച് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ന്യൂറി ഇരിക്കുന്ന സമയത്ത് ഷാനവാസ് വന്ന് പറയുന്നുണ്ട്, ഒരാൾ പറഞ്ഞാലെങ്കിൽ ആ കുട്ടിക്ക് കേട്ടൂടെ, മനസ്സിലാക്കിക്കൂടെ, എല്ലാവരും പറയണ ഇപ്പോൾ പൊരിക്കണ്ട, ഫുഡ് കഴിക്കണ നേരത്തെ ഒരു മുട്ട പൊരിക്കാൻ ഇത്ര തന്നെ സമയം വേണം, ചോറ് എടുക്കണ നേരത്ത് ഒരാൾ വിളമ്പണ നേരത്ത് അത് പൊരിച്ചെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇപ്പം തന്നെ പൊരിച്ചു വെക്കുന്നതാണ് അനുമോൾ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇരിക്കണ അവിടെ നിന്ന് ഊനാലയിൽ ഇരിക്കുകയായിരുന്നു അതില. അപ്പം കഴിക്കണ നേരത്ത് മുട്ട പൊരിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അനുമോളുടെ അടുത്തേക്ക് ആദില പോകുന്നത്. അപ്പോൾ ആദില പോകുന്ന സമയത്ത് അനുമോൾ പറയേണ്ടത് ചോറ് പ്ലേറ്റ് എടുക്കുക, എല്ലാവർക്കും ചോറ് വിളമ്പി വെക്കാം, എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുട്ട പൊരിക്കാനുണ്ടായിരുന്നു, ചൂടുള്ളത് മതി എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദില ചോറ് എടുക്കണ നേരത്ത് ഇതിങ്ങനെയല്ല വിളമ്പുക, അങ്ങനെയാണ് വിളമ്പുക എന്ന് പറഞ്ഞിട്ട് ഈ മുട്ട പൊരിക്കുന്നത് അവിടെ വെച്ചിട്ട് ഈ ആദില വിളമ്പുന്നതിന് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ വിളമ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് ഞാൻ വിളമ്പിക്കോളാം, നീ അത് മുട്ട പൊരിക്കുകയോ, നീ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കില്ല, അത് ചെയ്യും, ഞാൻ വിളമ്പിക്കോളാം പറയുമ്പോൾ ഇല്ല, എനിക്ക് വെച്ചുണ്ടാക്കാൻ അറിയെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ സാബ്മാൻ കുറച്ചുകൂടെ എനിക്ക് ചോറ് കുറച്ചും തോരൻ കൂടുതലും വേണമെന്ന് പറയുമ്പോൾ ചോറ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് തോരൻ തരാൻ പറ്റുള്ളൂ, ബാക്കി ചോറ് വന്നാൽ ആ ചോറ് കഴിക്കണവർക്ക് പിന്നെ തോരൻ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന കാര്യം ശരിയാണ് അനുമോള്, ചോറ് ബാക്കി വന്നാൽ പിന്നെ ചോറ് കഴിക്കണവർക്ക് തോരൻ വേണ്ടേ, വേറെ കറിയൊന്നും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എടുത്ത് മാറ്റി വെക്കണവർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട, തോരനില്ലാന്ന് ഞങ്ങൾക്കറിയാലോ, അപ്പം ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ചോറ് എടുത്തോളാം, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ചോറ് എടുക്കണം എന്ന് തോന്നിയാലും ഇനി തോരനില്ല, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണമെന്ന് എന്താ ഞങ്ങൾക്ക് അറിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ഹോൾ ഹൗസ് മേറ്റ്സ് ഇത് ചോദിക്കുമ്പോൾ അനുമോൾ പറഞ്ഞ് ഉറച്ച് നിൽക്കുകയാണ്, ഒരു എന്താ പറയുക ഭയങ്കര വാശി പിടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതില പറയുന്നുണ്ട് നീ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ തന്നെ എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ഇറക്കിയിട്ട് അവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനോട് പറയുന്നുണ്ട് നീ പോയി ആ ഊഞ്ഞാലയിൽ പോയി ആട് എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഊഞ്ഞാലയിൽ പോയി ആടണോ അതോ ആ നന്മ മരത്തിൻ്റെ താഴെ ഇരുന്ന് മൂങ്ങണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അക്ബർ വരുന്നുണ്ട്. അക്ബർ വന്നിട്ട് മറ്റേ ചോറ് ബാക്കിയായ കാര്യം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കൊണ്ടുവന്ന് കാണിച്ചല്ലോ, അപ്പോൾ ഇപ്പോൾ ചോറ് ബാക്കിയായിരിക്കണല്ലോ. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് എന്തേ ഇപ്പോൾ ചോറ് ബാക്കിയാ, അപ്പോൾ അനുമോൾക്ക് അറിയില്ലേ ചോറ് എങ്ങനെ ഇടേണ്ടത്, ഇപ്പം എങ്ങനെ ബാക്കിയായി, ലാലേട്ടൻ്റെ മുന്നിൽ ഭയങ്കര ഷോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് അക്ബർ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾ നിങ്ങളോട് ചോറ് ഇടണ്ട, അരി ഞങ്ങൾക്ക് ഇടണ്ട പറഞ്ഞിട്ടും നിങ്ങൾ അരിയിട്ട് നിങ്ങൾ വേസ്റ്റാക്കിയ സാധനമാണ്, ഇതിപ്പോൾ വേസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ആദിലയും പറയുന്നുണ്ട്. അങ്ങനെ അക്ബറിൻ്റെ ആ കാര്യം വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താ തെറ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നത് അനുമോളുടെ വാശിയാണ് ഇവിടെ എന്നാണ് തോന്നുന്നത്. കാരണം അനുമോൾ പറയുന്നത് ഞാൻ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വിളമ്പാനും അറിയാലോ എന്നുള്ള രീതി. അനുമോൾ എന്നും കിച്ചണിൽ കയറുമ്പോൾ ഇത് തന്നെയാണ്. എന്നിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഇനി വർക്ക് ചെയ്യില്ല. അതിപ്പോൾ വെസൽ ടീമിലായാലും കിച്ചൺ ടീമിലായാലും അത് തന്നെയാണ് അനുമോൾ ചെയ്യുന്നത്. എന്നാൽ ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു അതെന്താണെന്ന് ക്ലിയർ ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല, ഞാൻ ഇറങ്ങിപ്പോണു, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു പോക്കാണ്. എപ്പോൾ അനുമോൾ കിച്ചണിൽ കയറിയാലും ഇത് തന്നെയാണ്, ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇറങ്ങിപ്പോണു എന്ന് പറഞ്ഞിട്ടൊരു പോക്കാണ്. അനുമോൾ ചെയ്യുന്ന കാര്യം മാത്രമാണ് ശരി, അത് ശരി എന്ന് തന്നെ പറയണം, അത് തെറ്റെന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് മിണ്ടാറുമില്ല,
അവിടെ നിന്ന് ഇറങ്ങി പോക്കുവാണ്. അപ്പോൾ നൂറ പറയുന്നുണ്ട് അനുമോൾ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല, തോന്നുന്ന പോലെ ഇറങ്ങി പോകുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കിനി പറ്റില്ല, ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്നാൽ പിന്നെ ശരി ഇറങ്ങിപ്പോക്കോ, ഇനിയിപ്പോൾ നിന്നെ പിടിച്ചു നിർത്താനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഇനി കിച്ചൺ ടീമിൽ ഇനി മുതൽ നിവീനാണ് എന്ന് പറയുന്നുണ്ട്. നിവീനാണെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പ്രശ്നമൊക്കെ ഓർമ്മയല്ലേ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് വേറെ എന്ത് ചെയ്യും, അവൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിവീൻ പറയുന്നുണ്ട് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവൻ ചെയ്തെന്ന് വെച്ചാൽ അവനിക്ക് ഹൗസ് ക്യാപ്റ്റൻ ആയതിൻ്റെയും കിച്ചൺ ക്യാപ്റ്റൻ ആയതിൻ്റെയും കുറച്ച് തലക്കനമായിരുന്നു, അതിൻ്റെ കുറച്ച് ഇതായിരുന്നു എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മേനോടും ഷാനവാസിനോടും നിവീൻ വന്ന് പറയുന്നുണ്ട് ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ ആവില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു, ഇപ്രാവശ്യം ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആവില്ല, കിച്ചൺ ക്യാപ്റ്റൻ സാബ്മാൻ തന്നെയാണ്, സാബ്മാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ഞാൻ അനുസരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിവീൻ കയറുകയാണ്. കാരണം നിവീന് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ള ചാൻസ് ആയിട്ടാണ് നിവീൻ അത് കാണുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. തെറ്റുകൾ തിരുത്തപ്പെടാലോ, അങ്ങനെ തിരുത്തണം എന്ന് തോന്നിയാൽ തീർച്ചയായും തിരുത്താം. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ എല്ലാവരും അക്ബർ ആയാലും ഷാനവാസ് ആയാലും എല്ലാവരും വന്ന് പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്ക് കറി വേണ്ട അതിനനുസരിച്ച്, പക്ഷെ ഒന്നും കേൾക്കാൻ അവിടെ തയ്യാറല്ല. കൂടെ അനുമോളുടെ കൂടെ നിൽക്കാൻ അനീഷും എന്തിനാണ് ആവശ്യമില്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ ചോദിക്കുന്ന കാര്യം ന്യായമല്ലേ, അവർക്കറിയാലോ ചോറുണ്ടാക്കിയാൽ ചോറ് എത്രയാണ് കറി എത്രയാണ് ഉള്ളൂ, അപ്പം അതിനനുസരിച്ചിട്ട് കഴിക്കാൻ അവർക്ക് അറിയാലോ എന്നാണ് അവർ പറയുന്നത്. അനീഷും അനുമോളും ഒരുപോലെ നിൽക്കുന്നത്. എന്നിട്ട് കഴിക്കാൻ പോണ സമയത്ത് അനീഷ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ സാബ്മാനും കൂടുതൽ കറി ഉണ്ടായിരുന്നു, സാബ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചോറ് കുറച്ച് മതി, കറി എനിക്ക് എല്ലാവർക്കും കൊടുക്കണ പോലെ തരണം എന്ന് സാബ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ശരിക്കും വഴക്കുണ്ടാവുന്നത്. ആ സമയത്താണ് പറയുന്നത് ഇല്ല ചോറ് എത്ര എടുക്കണം അതിനനുസരിച്ചിട്ടേ ഇവിടെ കറി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വഴക്ക് അവിടെ സ്റ്റാർട്ട് ആവുന്നത്. സാബ്മാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചോറ് മതി, പക്ഷെ എല്ലാവർക്കും കൊടുക്കണ പോലെ കറിയില്ല, തോരൻ എനിക്ക് വേണം എന്നാണ് സാബ്മാൻ്റെ പറയുന്നത്. അപ്പോൾ സാബ്മാൻ എന്നിട്ട് പറയുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉള്ള റേഷനല്ലേ, ഇത് അനുമോൾക്ക് മാത്രമുള്ളതല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ സാബ്മാനും ചോദിക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന സാബ്മാനെ വരെ മിണ്ടിക്കാൻ അനുമോൾക്ക് പറ്റി. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് ഒരാളും വർക്ക് ചെയ്യില്ല, ഞാൻ മാത്രം ജോലി ചെയ്യുള്ളൂ, കഷ്ടപ്പെട്ട് നിന്ന് ജോലി ചെയ്തിട്ട് എല്ലാവരും കൂടെ എന്നെ കുറ്റം പറയുന്നു. ഈ അനുമോളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ അനുമോൾ വർക്ക് ചെയ്യണ അവിടെ ഒരു എന്താ പറയുക, നമ്മൾ മുന്നത്തെ എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ട് ഫുഡ് ഇളക്കാൻ എത്തിയില്ലെങ്കിൽ കൂടെ ആ തിട്ടിൽ കയറി നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കണ ആ തിട്ട് പോലത്തെ സാധനത്തിൽ കയറി നിന്നിട്ട് ഇളക്കുന്നതാണ് കണ്ടത്. മറ്റുള്ളവർ ഇളക്കി തരാം എന്ന് പറയുമ്പോഴും വേണ്ട ഞാൻ ഉണ്ടാക്കണ ഫുഡ് എനിക്ക് എന്നെ ഇളക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് അതാണ് അനുമോളുടെ സ്വഭാവം. അപ്പോൾ ഈ സാബ്മാനും ആദില എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതൊക്കെ അരിഞ്ഞു കൊടുക്കുക എന്നതാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അത്യാവശ്യം വന്നാൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയാലോ വീണ്ടും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരികയാണ് ഇവർ ആ ഭാഗത്ത് ഇല്ലെങ്കിൽ അനീഷ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഷാനവാസ് ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാവരും കിച്ചണിൽ സഹകരിച്ച് പോകുന്നുണ്ട്. എന്നിട്ടും അനുമോൾ പറയണം ഒരൊറ്റെണ്ണം ഇവിടെ ജോലി ചെയ്യില്ല, ഞാൻ മാത്രമേ ജോലി ചെയ്യുള്ളൂ, എന്നിട്ട് എല്ലാവരും കൂടെ കുറ്റം എന്നെ പറയുമെന്ന്. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ചിലർക്ക് കുക്കിംഗ് ചെയ്യണം, ഇവിടെ വേറെ ആരും നിൽക്കുന്നത് ഇഷ്ടമല്ല, അവർ കുക്ക് ചെയ്യണം എന്നിട്ട് അവരെന്നെ വിളമ്പി കൊടുക്കണം. പലരെയും ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയാണ് ഇപ്പോൾ ഇവിടെ അനുമോളുടെ ഭാഗത്തുനിന്നും കാണാനായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോൾ ചെയ്യുന്ന കാര്യത്തിൽ ആരും കൈട്ടിളക്കുന്നത് അനുമോൾക്ക് ഇഷ്ടമല്ല, എന്നിട്ട് അവസാനം പറയും എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്നും പറയും. അങ്ങനെ ഒരു രീതിയാണ് കാണുന്നത്. എന്നിട്ട് പിന്നെ ഈ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ കഴിയണേ എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ കഷ്ടപ്പെടുന്നത്, എല്ലാവർക്കും വേണ്ട എന്തോ അനുമോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചുണ്ടാക്കി കൊടുക്കണം, അവർക്ക് അനുമോളുടെ ഔദാര്യത്തിൽ വെച്ചുണ്ടാക്കി കൊടുക്കണ പോലത്തെ സംസാരങ്ങളാണ് അനീഷിനോട് പോയിരുന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് വന്നതാണ് ടാസ്ക്കാണ് ക്യാഷ് മേള. ഇത് പല ഘട്ടങ്ങളായിട്ട് നടക്കും. അതിൻ്റെ ഫസ്റ്റ് ഘട്ടമാണ് പണക്കാറ്റ് എന്നായിരുന്നു ടാസ്ക്. 50,000 രൂപ ഉണ്ടാവും. ഒരു ഫാന് അതിൽ കുറേ ഗ്ലാസ്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിലേക്ക് ബോൾ എടുത്തിട്ട് ഏത് ഗ്ലാസ്സിലാണോ വീണത് ഒരു ഗ്ലാസ്സിൽ 5,000 രൂപ വെച്ചിട്ട് അങ്ങനെ 50,000 രൂപ വരെയുള്ള ഗ്ലാസ്സുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ 5,000 രൂപ എന്ന കണക്കിന്. അപ്പം അങ്ങനെ ബോൾ എറിഞ്ഞിട്ട് ആ ഗ്ലാസ്സിലേക്ക് വീണാൽ 5,000 രൂപ അയാൾക്ക്. അപ്പോൾ 5,000 രൂപ അപ്പോൾ എറിഞ്ഞ ഗ്ലാസ്സിലേക്ക് വീണ്ടും ബോൾ വീണാൽ കിട്ടില്ല, ആ ക്യാഷ് കിട്ടില്ല. അങ്ങനെ ഷാനവാസിന് 10,000 രൂപ, അക്ബറിന് 10,000 രൂപ, അനുമോൾക്ക് 5,000 രൂപ അങ്ങനെയാണ് കിട്ടിയത്. അതിനുശേഷം പിന്നെ ആദില കുറച്ച് ഇറിറ്റേഷൻ ചെയ്യാൻ തന്നെയാണ് പോയത്. അനുമോളിനെ കൺഗ്രാറ്റ്സ് പറഞ്ഞു പോകുന്നുണ്ട്, ഷെയ്ക്കേൻ്റെ ഇതാ പറയണ്ട. അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഷെയ്ക്കേൻ്റെ ഇതിട്ടില്ല, എന്നോട് കൺഗ്രാറ്റ്സും പറയണ്ട, നിൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് അനുമോളുടെ വായിന്ന് ചില സമയത്തുണ്ടല്ലോ മനസ്സിലുള്ളത് പൊട്ടിപ്പോവും എന്ന് പറഞ്ഞ പോലെയുണ്ട്.
നിൻ്റെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായി, നിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കിപ്പോൾ പിടികിട്ടി, നീ എന്തിനാണ് എൻ്റെ കൂടെ ഇങ്ങനെ നടന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കയറി പോവണം, ഒറ്റ കയറി പോക്കുക. അപ്പോൾ അതിൽ പറയേണ്ടത് എന്തിനാണ് അത് പറഞ്ഞിട്ട് പോകുന്നത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് പറഞ്ഞിട്ട് പോകുമെന്ന് പറയുന്നത്. പിന്നെ അതിന് മറുപടി ഇല്ല. അനുമോളുടെ വായിൽ നിന്ന് വന്നും ചെയ്തെന്നാൽ ഒരു കാര്യം തീർത്ത് പറയൂല എന്ന് പറയണ പോലെ അതിൽ പറയേണ്ടത് അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയേണ്ടത്. എന്നിട്ട് അതിലെ നൂറ് വരുമ്പോൾ പറയേണ്ടത് അവൾ ഇങ്ങനെ പറഞ്ഞ് എന്തുദ്ദേശിച്ചിട്ടാണ് അവൾ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അവൾ പിന്നെ അനുമോൾ മിണ്ടുന്നില്ല. അനുമോളുടെ വായിൽ നിന്ന് വന്ന് വീണുപോയി, എന്താ മിണ്ടില്ല, എന്നാൽ പിന്നെ പറഞ്ഞത് അങ്ങോട്ട് തീർത്ത് പറഞ്ഞിട്ട് പോയാൽ പോരെ. എന്നിട്ട് പിന്നെ ഷാനവാസിനോട് അതിൽ പറയുന്നുണ്ട് അനുമോൾ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ എന്ത് കണ്ടിട്ട് എന്ന് അവൾ പറയുന്നില്ല, അതിനുള്ള മറുപടി എനിക്ക് വേണം. അത് അവൾ പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഞാൻ ചോദിക്കും, ലാലേട്ടനോട് പറയും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതെന്ത് വരുത്താനാണോ, അതെന്താ അങ്ങനെ പറഞ്ഞു, അവളുടെ എന്ത് കണ്ടിട്ട്, അവളുടെ ഫെയിം കണ്ടിട്ട് പിറകെ പോയി എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് അതായിരിക്കും അവൾ ഉദ്ദേശിച്ചത്, പക്ഷെ അത് അവളുടെ വായ കൊണ്ട് പറയണം എന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ അക്ബർ അനുമോൾ ഉണ്ടാക്കിയ ചോറിന്റെ ബാക്കി ഉണ്ടല്ലോ, ബാക്കിയുള്ളത് കൊണ്ടുവന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. ഇതാണ്ട് അനുമോൾ ഉണ്ടാക്കിയ ചോറിന്റെ ബാക്കിയാണ്, എന്താ അനുമോൾക്ക് എത്ര അരി ഇടണമെന്ന് അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാനല്ല അരി ഇട്ടത്, എൻ്റെ ടീമിലത്തെ വേറെ ആളാണ് അരി ഇട്ടത് എന്ന് പറയുന്നുണ്ട്. ആദ്യം സാബ്മാനെയാണ് പറയുന്നത്. അപ്പൊ സാബ്മാനോട് ചോദിക്കുമ്പോൾ സാബ്മാൻ പറയുന്നുണ്ട് ഞാനല്ലല്ലോ അരി ഇട്ടത്, ഞാനല്ല അരി ഇട്ടത്, എന്താ അനുമോളെ അങ്ങനെ പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് നീയല്ല നമ്മുടെ ടീമിലുള്ള വേറൊരാളാണ് അരിയിട്ട് എന്ന് പറയുന്നത്. ആദിൽ തന്നെയാണ് പറയുന്നത്, പേര് പറയുന്നില്ല, വേറൊരാളാണ് അരിയിട്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അടുത്ത ടാസ്ക് വന്നത് ക്യാഷ് മേള എന്നുള്ളതിൻ്റെ സെക്കൻഡ് ടാസ്ക് കുഴിപ്പണം എന്നായിരുന്നു. ഒരു ബോട്ടിൽ നിറയെ കുഴി ഉണ്ടാവും, അറ്റത്ത് ഗ്ലാസ്സുകൾ ഉണ്ടാവും. ഈ കുഴിയൊക്കെ താണ്ടിയിട്ട് ബോൾ ആ ഗ്ലാസ്സിലേക്ക് ഇടണം. ഒരു ഗ്ലാസ്സിൽ പെട്ട 10,000 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ അനീഷ്, അക്ബർ, സാബ്മാൻ, അനീഷിന് 10,000 രൂപ, അക്ബറിന് 20,000 രൂപ, സാബ്മാന് 10,000 രൂപയാണ് കിട്ടിയത്. എന്നിട്ട് വീണ്ടും ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് അനുമോളോട് പറയുന്നുണ്ട് വെസൽ കഴുകി വെക്കാനുണ്ട്, പകുതിയോളം ഞാൻ കഴുകിയിട്ടുണ്ട്, ബാക്കി അനുമോൾ കഴുകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിച്ചൺ ടീം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വെസലൊന്ന് കഴുകിയെടുത്താൽ ഞങ്ങൾക്ക് നൈറ്റിലേക്കുള്ള കുക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ അതിലുണ്ട്, ഒന്ന് കഴുകി തരാൻ പറയുന്നുണ്ട്. അനുമോൾ കഴുകില്ല എന്നാണ് പറയുന്നത്. അനുമോൾ കഴുകില്ല പറയുന്നുണ്ട്. എന്നിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ അനുമോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഉച്ചക്കലത്തെ പാത്രമാണെന്ന് പറയുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഉച്ചക്കലത്തെ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ച്, ഇത് വൈകുന്നേരത്തെ പാത്രമാണ്, അതിൽ പകുതി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, ബാക്കി പകുതി ചായ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വെച്ചു, ബാക്കി പകുതിയാണ് ഉള്ളത്, അതങ്ങോട്ട് കഴുകി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കഴുകി കൊടുക്കൂല, രാത്രിയാണ് എനിക്ക് ഇതുള്ളൂ, അപ്പോൾ രാത്രിയാണ് ഞാൻ കഴുകുള്ളൂ, കാരണം ഉച്ചക്ക് ഓൾറെഡി ഞാൻ അവിടെ വർക്കൊക്കെ ചെയ്തിടാണ്, കുക്ക് ചെയ്തതാണ്, പിന്നെ ഞാൻ അതിനാണ്. അപ്പോൾ അക്ബർ പറയുന്നത് അത് ഉച്ചക്കലത്തെ അല്ല, അത് വൈകുന്നേരം ചായ കുടിച്ച പാത്രങ്ങളാണ് എന്നാണ് അക്ബർ പറയുന്നത്. നൂറ പറയുന്നുണ്ട് നീ അത് ചെയ്തു കൊടുക്കുക അനുമോളെ, നീ കുക്കിംഗ് ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതുപോലെ തന്നെ വെസൽ ടീമിലേക്ക് ആക്കിയപ്പോൾ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്, നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യണമെങ്കിൽ നീ ഒരു കാര്യം ഞാൻ ഈ സ്ഥാനം ഒഴിഞ്ഞു തരാം, നീ തന്നെ ക്യാപ്റ്റനായി നീ തന്നെ എല്ലാം ചെയ്തോ, ഇനി എന്താന്ന് വെച്ചാൽ കുക്കിംഗ് ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയി വെസൽ ടീമിലേക്കാക്കി, ഇനിയും ടീം മാറ്റാനാണോ, അപ്പോൾ എന്നെ ബാത്റൂം ടീമിലേക്ക് ഇട് എന്നാണ് അനുമോൾ പറയുന്നത്. ബാത്റൂം ടീമിൽ ആരൊക്കെയെന്ന് വെച്ചാൽ അനീഷും ഷാനവാസാണ്. അനുമോൾക്ക് ഷാനവാസിനെ മാറ്റിയിട്ട് അവിടെ അനീഷും അനുമോളും ബാത്റൂം ടീമിലാവണമെന്ന്. അത് കഴിഞ്ഞ ദിവസമേ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ടീമിൽ ഒരു ഗേളും 2 ബോയും മതിയായിരുന്നു, അതിനെ മാറ്റിയിട്ട് അനീഷിനെ ഈ ടീമിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറനോട്. അപ്പോൾ നൂറ പറഞ്ഞു ഇല്ല പറ്റില്ല, കാരണം കുക്കിംഗ് ടീമിൽ 2 ഗേൾസ് ഇരിക്കട്ടെ, ബാക്കിയുള്ളത് ബോയ്സും ബാക്കിയുള്ള ടീമുകൾ ബോയ്സും ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എനിക്ക് മാറ്റാൻ പറ്റില്ലെന്നോ ഇന്നലെ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വെസൽ ടീം കുക്കിംഗ് ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വെസൽ ടീമിലേക്ക് ആക്കിയപ്പോൾ അനുമോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെസൽ ടീം വേണ്ട, എനിക്ക് ബാത്റൂം ടീം മതി എന്നാണ് അനുമോൾ പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നത് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ടീം മാറാനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ ക്യാപ്റ്റൻസി ഒഴിഞ്ഞു തരാം, നീ തന്നെ ക്യാപ്റ്റനായിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ തിരിച്ച് മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിൻ്റെ അഹങ്കാരമല്ലേ, ഫൈനൽ 5 കയറിയ അഹങ്കാരമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നൂറക്ക് ഇഷ്ടമായില്ല, കാരണം നൂറ നന്നായി ടാസ്കുകൾ ചെയ്തിട്ടല്ലേ ഈ ഫൈനൽ 5 കയറാൻ പറ്റി, അതേ ടാസ്കുകൾ അനുമോൾക്കും ഉണ്ടായിരുന്നല്ലോ, അനുമോൾക്ക് ചെയ്യായിരുന്നില്ല, എന്നിട്ട് അനുമോൾക്ക് ഫൈനൽ 5 കയറായിരുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നൂറ പറഞ്ഞു നീയും PR-ന്റെ ബലത്തിലല്ലേ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നൂറ അക്ബർ എല്ലാവരും ചോദിച്ചു. എന്നിട്ട് അക്ബർ പറയുന്നത് നിന്നെ പോലെ PR-ന്റെ ബലം കണ്ടിട്ട് ഇവിടെ ഫൈനൽ 5 എത്തിയതല്ല നൂറ ടാസ്ക് ജയിച്ചതാണ്, ഡിസേർവിങ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഫൈനൽ 5 ഒരു PR-ന്റെ ബലത്തിലും എല്ലാം നിൽക്കുന്നത് എന്നൊക്കെ അക്ബറും നിവീനും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, അവിടെ കിടന്നിട്ട് നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലേക്ക് ആദില, നൂറ, അനുമോൾ എല്ലാവരും ഇരുന്നിട്ട് വഴക്കാവുന്നുണ്ട്.
അനുമോൾ പറയുന്നുണ്ട് നൂറിനോടോ അതിനോടും നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഓ അങ്ങനെയാണ്, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റാണോ, ഒരു നല്ലൊരു ഫ്രണ്ട് ആകുമ്പോൾ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കും, വെറുതെ അല്ല നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എന്ന് നീ പറഞ്ഞത്, കാരണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നീ ഫ്രണ്ടായിട്ട് വെക്കില്ല, നീ അപ്പം തന്നെ അത് വേണ്ട വെക്കുകയാണല്ലോ, നിൻ്റെ കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നീ എന്താ കാശ് കൊടുത്ത് വാങ്ങിച്ച ഫ്രണ്ടാണോ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് നല്ലൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് അവർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് സ്വഭാവം ഇപ്പം മനസ്സിലായെന്ന്, രണ്ടുപേരും മനസ്സിലിപ്പം സ്വഭാവം മനസ്സിലായെന്ന് നൂറയും ആദിലയും പറയുന്നുണ്ട്, അനുമോളും പറയുന്നുണ്ട്, ഇനി മിണ്ടരുത് ഞങ്ങളോട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അതിലെ നൂറയും അവിടെ തന്നെ അതിൽ അപ്പം തന്നെ കരയുന്നുണ്ട്. അപ്പം നിവിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ജെന്യൂനായി നിന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയത്, അപ്പം അതിൻ്റെ വിഷമം എന്താ എനിക്കില്ലേ പറഞ്ഞിട്ട് അതിലെ കരയുന്നുണ്ട്. അപ്പം ഈ ചർച്ച നടക്കുമ്പോഴേക്കും അനീഷ് അപ്പുറത്ത് കൂടെ വരുന്നുണ്ട്. അപ്പം അക്ബറും ഷാനവാസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അക്ബർ പറഞ്ഞു ആ ഡിങ്കം വരുന്നുണ്ട്, രക്ഷപ്പെടുത്താൻ ഡിങ്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നീയും പോകുന്നുണ്ട്. അവരൊക്കെ പോയതിനു ശേഷം അനീഷിനോട് അനുമോളും അനീഷും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അനുമോൾ എന്താ പറയുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ എന്താ ആഗ്രഹം എന്നറിയോ അനീഷ് ഏട്ടാ, ഈ വീക്ക് ഔട്ടായി പോകണം എന്നാണ് ആഗ്രഹം, എന്താണെന്ന് വെച്ചാൽ ഈ PR-ൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് എല്ലാവരും പറയുന്നത്, അപ്പോൾ ഈ വീക്ക് ഔട്ടായി പോയാൽ അതല്ലാന്ന് ഇവർക്ക് മനസ്സിലാവുമല്ലോ എന്നുള്ള രീതിയിലൊക്കെ അനീഷുമായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഈ വഴക്കിൻ്റെ ഇടയിൽ ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നേരത്തെ പറഞ്ഞില്ലേ നിൻ്റെ എന്തോ കണ്ടിട്ടാണ് ഞങ്ങൾ നിൻ്റെ പുറകെ നടന്നത് അല്ലെങ്കിൽ നിൻ്റെ കൂടെ കൂട്ടുകൂടിയത് എന്ന് നീ പറഞ്ഞിട്ടില്ല, അതിന് മറുപടി ഇവിടെ പറയുന്നുണ്ട്. അനുമോളും മിണ്ടുന്നില്ല. അപ്പം അക്ബർ അപ്പുറത്തുകൂടെ വന്ന് നിന്ന് പറയുന്നുണ്ട് അവളുടെ ഫെയിമും അവളുടെ PR ബലവും കണ്ടിട്ടാണ് അവളുടെ കൂടെ കൂടിയെന്നായിരിക്കും അവൾ ഉദ്ദേശിച്ചത് എന്ന് അക്ബർ പതുക്കെ വന്നൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനും അങ്ങനെ എല്ലാന്നും അനുമോളും മിണ്ടുന്നില്ല. ഇവരിങ്ങനെ പറയുമ്പോൾ അക്ബർ അപ്പുറത്ത് അപ്പം അങ്ങനെ അല്ലാത്തവർ അങ്ങനെയല്ല എന്ന് പറയണ്ടേ, അങ്ങനെ അല്ലാന്ന് അനുമോള് പറയുന്നില്ല. അപ്പോൾ അതാണ് നൂറയും അതിലെ ഇപ്പുറത്തെ റൂമിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട് അവൾ ഉദ്ദേശിക്കുന്നത് അവളുടെ ഫെയിമും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ അവളുടെ കൂടെ കൂട്ടുകൂടിയെന്നാണ്, അങ്ങനെയല്ലല്ലോ, ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നതാണ്, നമ്മൾക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇവരൊക്കെ നമ്മളെ ഇട്ടിട്ട് തട്ടണതും ഇങ്ങനത്തെയൊക്കെ സംസാരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ നൂറ ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് പിന്നെ അതിലെ പറയുന്നുണ്ട് ഈ ബന്ധം ഇവിടത്തോടെ നിർത്തി, ഇനി ഇത് തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അതില നൂറനോട് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് കരയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ടാസ്കിൻ്റെ 3ാമത്തെ ഘട്ടമാണ് വരുന്നത്. വട്ടപ്പണം എന്നാണ് പേര്. ഈ മറ്റേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ റിങ് ഇട്ടിട്ട് എടുക്കൂലേ, അതായിരുന്നു ഗെയിം. അതിൽ 2500 ക്യാഷും വെച്ചിട്ടുണ്ടാവും, കുറേ സാധനങ്ങളും വെച്ചിട്ടുണ്ടാവും. റിങ് ഇട്ടിട്ട് ഫുൾ റിങ്ങിൻ്റെ ഉള്ളിലായിരിക്കണം ആ സാധനം, അപ്പോഴാണ് അത് അവർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ക്യാഷായിട്ട് കിട്ടിയത് ഷാനവാസിന് 2500, നൂറക്ക് 5000, അനീഷിന് 2500 കിട്ടിയത്. അതുപോലെ തന്നെ സാധനങ്ങൾ കിട്ടിയത് ഷാനവാസിന് പൗഡർ, പിന്നെ എന്തുവാ ഉജാലൻ്റെ ഒരു ഫ്രീക്വൻസ് ഇതാണ് കിട്ടിയത്. അതുപോലെ തന്നെ നൂറക്ക് കിട്ടിയത് 5000 രൂപയും ഒരു ബോഡി വാഷുമാണ് കിട്ടിയത്. അനീഷിന് 2500 രൂപയും മൗത്ത് വാഷും പിന്നെ എന്തുവാ ചായപ്പൊടിയാണ് കിട്ടിയത്. അതിനുശേഷം പിന്നെ അനീഷ് അനുമോളെ കഴിക്കാൻ വന്ന് വിളിക്കുന്നുണ്ട്, വാ കഴിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് വേണ്ട ചേട്ടാ പറയണ്ട, എന്നാൽ പിന്നെ ചപ്പാത്തി മൂടി വെക്കട്ടെ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷിനോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല എനിക്ക് വേണ്ട, എനിക്കുള്ളത് വേറെ ഉണ്ടല്ലോ, അത് അനുമോൾക്കുള്ളതല്ലേ, ചപ്പാത്തി മൂടി വെക്കാൻ പറഞ്ഞിട്ട് ചപ്പാത്തി മൂടി വെച്ചിട്ട് പിന്നെ അനുമോൾ വന്നിട്ട് കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു മീറ്റിംഗ് കൂടുകയാണ്. മീറ്റിംഗ് കൂടുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് എന്താണ് അനുമോളുടെ ഭാഗത്ത് എന്താണ് തെറ്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണെന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. എന്നിട്ട് അനുമോളുടെ ഭാഗം പറയുന്നുണ്ട് അരി ഇട്ടത് ഞാനല്ല, അപ്പം അരി ഇട്ട് ബാക്കി വന്നു എന്നാണല്ലോ അക്ബർ പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അരി ഇട്ടത് ഞാനോ സബ്മാനോ അല്ല ആദിലയാണ്, അരി കൂടുതലായതുകൊണ്ടാണ് തോരനും ഞാൻ കൂടുതൽ വെച്ചത്, അപ്പം ചോറിനനുസരിച്ച് തോരൻ പോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ തോരൻ എടുത്തു വെക്കേണ്ട ആവശ്യം എന്താണ്, എല്ലാവർക്കും ഈക്വലായിട്ട് പോകേണ്ട ഷെയറല്ലേ എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട്. അത് സംസാരത്തിൻ്റെ ഇടയിലൊക്കെ അനുമോളുടെ ചില വാക്കുകളുണ്ടല്ലോ, എല്ലാവർക്കും അത്യാഗ്രഹമാണ്, എല്ലാവരും കൊതിയന്മാരാണ് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അനുമോൾ സംസാരിക്കുന്നുണ്ട്. അതൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ ഫുഡ് ചോദിക്കുമ്പോഴത്തേനും കൊതിയനും അത്യാഗ്രഹവും ആവും. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് ചോദിക്കുകയല്ലേ, രണ്ടാമത് ഫുഡ് കഴിക്കുമ്പോഴത്തേനും അത്യാഗ്രഹം കൊണ്ടാണോ, അതൊന്നും അത്ര നല്ല വേർഡ്സ് ആയിട്ട് തോന്നുന്നില്ല അനുമോൾ പറയുന്ന കാര്യങ്ങളൊന്നും. എന്നിട്ട് പിന്നെ ആ മീറ്റിങ്ങിൽ ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ അനുമോൾ മീറ്റിങ്ങിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് അനീഷ് ഏട്ടനൊന്നും പറയാനില്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അനീഷും മിണ്ടുന്നില്ല. എന്നിട്ട് പിന്നെ കിട്ടിയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ഈ എപ്പിസോഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.